ഏതായാലും ഇന്നലെ തിരുവനന്തപുരത്ത് CPM പ്രവർത്തകർ നടത്തിയ രക്ഷാപ്രവർത്തനം അതിഗംഭീരമായിരുന്നു. ഏതായാലും അവസാനം പോലീസ് പിടിക്കാൻ വന്നപ്പോൾ ഓരോ ധീരശൂര പരാക്രമികളെയും നിലവിളിയുണ്ട, അയ്യോ ഞാനല്ലേ, ഞാനിവിടെ അല്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്ന നേമത്തം കണ്ടുള്ള ഒരു വലിയ നേതാവാണ് പോലും അയാൾ. കിടന്ന് കരയാണ് എല്ലാവരും കൊണ്ട്. കാരണം പിന്നെയാണ് ഇതിൻ്റെ അപകടം മനസ്സിലായത്. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഉച്ചയോടുകൂടി നമ്മളെല്ലാം കണ്ടതാണ്, കടമ്പള്ളി സുരേന്ദ്രൻ ഒരു കൈയൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്, എല്ലാവരും പിരിഞ്ഞു പോകണം, സമാധാനം പോകണം, അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിന്ന് ഇവർ ഈ വ്യാപകമായ ആക്രമണം നടത്തുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് പിണറായിക്കെതിരായ വലിയൊരു നീക്കം ഇപ്പോൾ പാർട്ടിക്ക് നടക്കുന്നുണ്ട്. അതായിരിക്കാനാണ് സാധ്യത. ഇവരെല്ലാം പ്ലാൻ ചെയ്ത് ഇയാൾക്ക് 2 പണി കൂടെ കൊടുത്ത കേരളം മോളെ എത്ര പേർ തൂക്കി അകത്താക്കട്ടെ എന്ന് കണക്കാക്കി തന്നെയായിരിക്കും ഈ മാതിരിയുള്ള ആക്രമണം അഴിച്ചു വിട്ടത്. ഇനി ഇതിൻ്റെ അവസ്ഥ, ഇതിൻ്റെ ബാക്കി എങ്ങനെയായിരിക്കും? ഇതിപ്പോൾ ശരിക്കും വഴിയെ പോയൊരു വയ്യാവേലി ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇവർ. കാരണം ഇവർ ഇത്രയും ചിന്തിച്ചിട്ടില്ല. ഇവർ ഇത്രയും നാളും ഇവിടുത്തെ പോലീസുകാർക്കെതിരെയോ അല്ലെ KSRTC ബസ്സിനെതിരെയോ കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ വഴിയെ പോകുന്നവനെ പിടിച്ച് അടിച്ചോ ഹർത്താൽ നടത്തി ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചോ ഒക്കെ പോയ ആൾക്കാരാണ്. ഇവരാദ്യമായിട്ടാണ് ഡയറക്റ്റ് കേന്ദ്ര സേനയുമായിട്ട് ഫൈറ്റ് വരുന്നത്, കേന്ദ്ര ഏജൻസിയുമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ട്രെയിൻ നടന്നുള്ള പരിചയം മാത്രമേ ഇവർക്കുള്ളൂ. അപ്പൊ ഇവരിപ്പോ എല്ലാവരും ഞെളിഞ്ഞു നടക്കുകയാണ്. അത് നേതാക്കൾ ഒഴിച്ച് അണികളൊക്കെ ഞെളിഞ്ഞു നടക്കുകയാണ്. ഫേസ്ബുക്കിലൊക്കെ എല്ലാം മാസാണ്, വികാര വിജൃംഭിതരായിട്ട് നടക്കുകയാണ്. ഇതിനകത്ത് വലിയ അപകടം വരുന്നുണ്ട്, അത് ഇവരറിഞ്ഞിട്ടില്ല. എന്താണ് സംഭവം? നമുക്കറിയാം, ഇവർ കൈവച്ചിരിക്കുന്നത് കേന്ദ്രസേനയാണ്. കേന്ദ്രസേന എന്ന് പറഞ്ഞാൽ ന്യായമായ കാര്യത്തിന് വന്നവരാണ്, കോടതി ഉത്തരവുമായിട്ട് വന്നവരാണ്. ആ വന്നവരെയാണ് ആക്രമിച്ചിരിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവർ പിണറായിയെ രക്ഷിച്ചു. ഇനിയും വരുന്നവർക്കെല്ലാം ഇതായിരിക്കും അനുഭവം. ഏതാവൻ വന്നാലും CBI ഒരുത്തൻ നിന്നില്ല വെല്ലുവിളിക്കുന്നുണ്ട്, ഏതാണെന്ന് അറിയത്തില്ല, ഏതോ ഒരു വാണാല് അവൻ നിന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്. അയാളൊക്കെ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. പിണറായിയെ തൊടാൻ ഒരുത്തനെ ആരാധന കൊണ്ടുപോടാ, പോലീസാണോ പട്ടാളാണോ വള ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. ഇവരെ നമ്മൾ പൊതുവെ അന്തം കമ്മികൾ എന്നാണ് വിളിക്കുന്നത്. ഇവർക്ക് വിവരം വിദ്യാഭ്യാസം പൊട്ടം കമ്മിയാണ്. ഇവരുടെ വിചാരം ഇന്നലെ തന്നെ ഒരുത്തൻ മോങ്ങുന്നുണ്ട്, ഞാൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. പിന്നെ യുവമാർ ഇന്നലെ ഭയങ്കര മസിൽ പിടിച്ചല്ലോ, പാർട്ടി ഓഫീസിൽ കയറരുത് എന്ന് പറഞ്ഞു. ഇനി ഇപ്പം നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം? ഇവന്റെ കേരളത്തിലുള്ള മുഴുവൻ പാർട്ടി ഓഫീസിലും കേന്ദ്രസേന കയറാൻ പോകും. എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കയറും. കാരണം ഇവന്റെ എല്ലാ ആയുധങ്ങളും വടിവാളുകളും മൊത്തം പിടിക്കാൻ ഒരു സംശയവും വേണ്ട. കാരണം ചൊറിഞ്ഞിരിക്കുന്ന EDA ആണ്. EDA ചൊറിഞ്ഞു എന്നല്ല, അവരെ ആക്രമിച്ചു, CRPF അടക്കം ആക്രമിച്ചു. ഈ പോപ്പുലർ ഫ്രണ്ടുകാരാന്ന് രാവിലെ ഒന്ന് പൊക്കിയത് പോലെ ഒരു ദിവസം അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും CBI NIA ഈ 2 അന്വേഷണ ഏജൻസികൾ കേരളത്തിലെത്തും. ഈ കേരളത്തിലെത്തിയിട്ട് ഇത് എങ്ങനെ ഉണ്ടായി എന്ന് ഇവിടെ അന്വേഷിക്കാൻ ഇവിടുത്തെ കേരള പോലീസിനെ കൊണ്ട് സാധിക്കില്ല. കേരള പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം ഏറ്റവും പരാജയപ്പെട്ട ദിവസമാണ് ഇന്നലെ. ഒന്നുകിൽ ഇന്റലിജൻസ് കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവന്മാർക്ക് മനഃപൂർവ്വം വിടുപണി ചെയ്ത് ആ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ CPI നേതാക്കളടുത്ത് ദയനീയമായി സംസാരിക്കാൻ കണ്ടില്ലേ? അയ്യോ നിങ്ങൾ കുഴപ്പമുണ്ടാക്കില്ലെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വളരെ ദയനീയമായിട്ടാണ് സംസാരിക്കും. കാര്യം ഭരണം മാറിയുള്ളൂ. കഴിഞ്ഞ സാറേ എന്ന് വിളിച്ചാൽ കഴിഞ്ഞ ആഴ്ച വരെ ആ ഒരു ഓർമ്മയിൽ അറിയാതെ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു കുഴപ്പമുള്ളതല്ല. മ്യൂസിയം SHOയുടെ നേതൃത്വത്തിലാണ് ഈ അക്രമത്തിന് ഒത്താശ ചെയ്ത് കൊടുത്തത്. ഉറപ്പാണല്ലോ. കാരണം അതിന് കൃത്യമായ തെളിവുണ്ട്. ഈ അക്രമം നടക്കുന്ന തൊട്ട് മുമ്പ് ഈ നേതാക്കന്മാരുമായിട്ട് ഇയാൾ ചിരിച്ചുണ്ടാക്കി കളിച്ച് നിൽക്കുകയാണ്. മ്യൂസിയം SHO ആരാണെന്ന് അറിയാമല്ലോ, പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആളാണ്. അയാള് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, അതായത് പിണറായി വിജയന്റെ കാലത്ത്. എന്ന് പറഞ്ഞാൽ അന്തം കമ്മിയാണ്, CPMന്റെ നേതാവാണ്. യൂണിഫോം ഇടാതെ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ചൊറി കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരുത്തനാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന അയാളെ മ്യൂസിയം സ്റ്റേഷനിലേക്ക് പണി കൊടുത്ത് നിയമിച്ചു എന്നാണ് പറയുന്നത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ആ പണിയാണ് ഇന്നലെ ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്കടക്കം നാണക്കേടുണ്ടാക്കിയ പോലീസ്. ഇനിയെങ്കിലും ഇതൊക്കെ രമേശ് ചെന്നിത്തല പോലുള്ള ആൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയാം. അത് ഇയാൾ ആര് ശുപാർശനാണ് സ്റ്റേഷൻ കയറിക്കണമെന്ന് അറിയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർ വരിക്കുമ്പോൾ എന്ത് സംഭവിക്കാം? അതെ, ഇന്നലെ വരെ കോൺഗ്രസ്സുകാർ കുനിച്ചേർത്ത് ഇടിച്ചവനെ എല്ലാം പിടിച്ച് പ്ലം പോസ്റ്റ് ഇരുത്തണം ഇവർ തരം രീതിയാണ്. അല്ല, ഇന്നലത്തെ ആക്രമണത്തിന് ഇയാളുടെ ഒത്താശ കൃത്യമായിട്ടുണ്ട്. അത് ഇനി ഇപ്പൊ വരാൻ പോകുന്ന വിഷയം, ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇതിൻ്റെ നടപടിക്രമങ്ങളും ഇതിനകത്തുണ്ടായി ഇൻവോൾവ് ചെയ്ത ആൾക്കാരെയും കുറിച്ച് ഉറപ്പായിട്ടും കേന്ദ്രതലത്തിൽ അന്വേഷണം ഉണ്ടാവും. ഈ അന്വേഷണത്തിൻ്റെ തുടർന്ന് പാർട്ടി ഓഫീസ്, ഇപ്പം ഇവരിന്നലെ കേരള ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടല്ലോ, എല്ലാം ആൾക്കാർ കയറും. പിന്നെ CBI കയറാം, NIA കയറാം. ഇവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ പോലും വെങ്കടേഷ് എന്ന് പറയുന്ന ADGP, ഇപ്പൊ ക്രമസമാധാന ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ വെങ്കടേഷിന്റെ പേര് കേൾക്കുന്നത്. കാരണം മറ്റേ LDF ഭരിക്കുന്ന സമയത്ത് വെച്ചാണ് ഇയാളെ മാറ്റിയിട്ട്, MR അജിത് കുമാറിനെ മാറ്റിയിട്ട്. ഇയാളും ഒരു പിണറായി ഭക്തനായിരുന്നു. വെങ്കടേഷ് പിണറായി ഭക്തനാണ്. പിണറായിയുടെ എന്തോ പറയുന്നു, ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കും. പിണറായി അല്ല, P. ശശി.
അപ്പോൾ അന്നൊന്നും ഇവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. മറ്റൊരു റവട ചന്ദ്രശേഖർ ആയിരുന്നു ഈ ADGP. അല്ല, ഇവർ ചെയ്യേണ്ടത് ഈ സർക്കാർ ഇന്നലെ മുഖ്യമന്ത്രി ഇന്നലെ ഇന്നൊക്കെ തന്നെ പത്രം കഴിക്കുമ്പോൾ അത് ചിരിച്ച് കാണിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പൂക്കി ചിരി ഇരിക്കുന്നുണ്ട്. അതാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് പറയാമായിരുന്നു, കർശന നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടണം. ഈ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് പറയണം, ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെക്കാളും സീനിയർ ആണെങ്കിലും കൊള്ളാരും പറയണം, ഇങ്ങനെ വിടാൻ പറ്റില്ല. കാരണം ഈ തലസ്ഥാന നഗരിയിൽ സെക്രട്ടറിയുടെ മൂക്കിൻ്റെ താഴെ ഇത്രയും വലിയ ആക്രമങ്ങൾ നടന്നിട്ട് പോലീസ് കൈയും കെട്ടി നോക്കിക്കൊണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ പണി കൊടുത്ത ഇവന്മാര് കേന്ദ്രസേന കയറി നരങ്ങട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ വെങ്കടേഷ് ഒക്കെ വന്നിട്ട് പ്രതികളെ തന്നില്ലേ, ഞങ്ങൾ കയറുമെന്ന് പറഞ്ഞു, അകത്ത് കയറുമെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ അത്രയും നേരം മസിൽ പിടിച്ചുകൊണ്ടിരുന്ന ശിവൻകുട്ടി, ജോയി, ബ്രിട്ടാസ് എല്ലാവരും പ്രതികളെ ഇറക്കി കൊടുത്തു. പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ ബാലികേറാമല അല്ല പോലീസിന്. ഏറിയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അവിടുന്ന് ഇവന്മാരുടെ കമനീയ ശേഖരമുണ്ട്. ബോംബ്, ഇടിക്കട്ട, വടിവാള്, കല്ല്, കട്ട എല്ലാം അതിനകത്തുണ്ട്. ഇന്നലെ പോലീസ് ശരിക്കും ചെയ്യേണ്ടത് എന്താ? ആ പാർട്ടി ഓഫീസ് റെഡി ചെയ്യേണ്ടത്. പാളയത്തുള്ള പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഇത്തരം ആക്രമണങ്ങളുടെ ഈ ആയുധ ശേഖരത്തിന്റെ അവിടെയാണ്. അത് ഇന്നലെ പോലീസ് കാണിച്ചിരിക്കുന്നത് വളരെ അന്യായമായ ഒരു പ്രവൃത്തിയാണ്. ആ നിമിഷം തന്നെ കൂടുതൽ ഫോഴ്സ് എത്തി പോലീസ് ആ പാർട്ടി ഓഫീസിൽ ഇരച്ചു കയറണം. ആ പാർട്ടി ഓഫീസിൽ നിന്ന് യുവമാരുടെ മാരകായുധങ്ങൾ മുഴുവനുണ്ട്, ഗുണ്ടകളുണ്ട്, ഒളിപ്പിച്ച് വെച്ച് മൊത്തത്തിനെ കസ്റ്റഡിയെടുക്കണം. ഇപ്പൊ 7 പേരെ അവർ വിട്ടുകൊടുത്തിട്ടുണ്ട്. 300 പേർക്കെതിരെ, കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് PDPP ആക്ട് കൃത്യമായിട്ട് ചുമത്തണം. പലരും പറയുന്നുണ്ട് ഇതിനകത്ത് PDPP വരത്തില്ല, ഈ വണ്ടി ഏറെ നാളായിട്ട് അവർ കൊണ്ടു നടക്കുന്നതാണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അങ്ങനെയൊന്നും അല്ലല്ലോ. ഒരു വാഹനത്തിൽ വന്നിറങ്ങിയ ആൾക്കാർ, ആ വാഹനം ഇപ്പൊ സ്വകാര്യ വാഹനത്തിന്റെ പരിധിയിൽ വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് അറിയാൻ വയ്യാത്തവരാണ് പറയുന്നത്. സ്വകാര്യ വാഹനങ്ങളും PDPP ഡ്രൈവർമാർ CITയുടെ അനുഭാവികളായിരുന്നു പറയപ്പെടുന്നുണ്ട്. അതെ. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പോലീസ്, കേരള പോലീസ് വളരെയധികം നാണം കെട്ട ഒരു ദിവസമാണ്. ഇന്ത്യയെ മുഴുവൻ കേരള പോലീസ് നാണം കെട്ടു. കാര്യം ഇന്ത്യ ലോകമെമ്പാടുള്ള എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. നാഷണൽ ചാനലുകളെല്ലാം കൊടുത്ത് ലൈവ് കൊടുത്തിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരള പോലീസ് നിസ്സംഗരായിട്ട് നിൽക്കുന്നു. കേരള പോലീസ് നോക്കി, കേരള പോലീസിന്റെ ഒത്താശയോടെയാണ് അക്രമം നടന്നതെന്ന് പറഞ്ഞാണ് വാഹനം. മാത്രമല്ല ആഭ്യന്തരമന്ത്രി രാവിലെ പറഞ്ഞ ഞങ്ങളുടെ താരം അറിയിച്ചിട്ടില്ലെങ്കിൽ ഒരു സ്ഥലത്ത് ക്രമസമാന പ്രശ്നമാണെങ്കിൽ ക്ഷണിച്ചു കല്യാണത്തിന് വിളിക്കുകയാണ് അവരെ ക്ഷണിച്ചോണ്ടോ. അവർ അറിഞ്ഞവിടെ ചെന്ന് ഇടപെടണ്ടേ അക്കാര്യത്തിൽ? അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം ചേർന്ന് സംഘടിതമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ അല്ല. ഇതിനകത്ത് ഈ ആഭ്യന്തരമന്ത്രി പറയുന്നത് കേട്ടാത്തൊന്നും അയാൾക്ക് കണ്ട് കൊതിക്കറുള്ള പോലെ. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ വിളിക്കേണ്ടാത്തടത്ത് ഞങ്ങൾ വരേണ്ട കാര്യമില്ല. ഇത് കല്യാണത്തിന് വിളിച്ചതല്ല, ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചതല്ല. പോരായെങ്കിൽ സംഗതി സിറ്റുവേഷൻ മോശമാണെന്ന് കണ്ട് ED ഉദ്യോഗസ്ഥർ നേരിട്ട് ബന്ധപ്പെട്ടു, പോലീസിനെ നേരിട്ട് വിളിച്ചു. എന്നിട്ട് എന്ത് ഫോഴ്സിനെയാണ് കൊണ്ടുവന്നത്? ഇവരിത് TV-യിലൂടെ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം അമ്പേ പാളിയെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടും പോലീസ് നിഷ്ക്രിയമാണെന്നാണ് വന്നിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി പ്രതിക്കൂട്ടിലായി ആദ്യത്തെ ദിവസം തന്നെ. അത്രേ ഉള്ളൂ. കാരണം ഇവർ അഴിഞ്ഞാടാൻ വിട്ടുകൊടുത്തു. ഈ ED ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കിയില്ല അവർ. ഇല്ല. അത് നമ്മൾ അവർ ഡ്യൂട്ടിയിലാണ്, അവർ കോടതി നിർദ്ദേശപ്രകാരമുള്ള ജോലിക്ക് പോയതാണ്. അവർ എന്ത് ധൈര്യത്തിലാണ് പോലീസ് അവരെ ഇറക്കി? അവിടെ അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. പോലീസ് ഈ ഉദ്യോഗസ്ഥരെ ഒന്നിനു പുറകെ ഒന്നായിട്ട് 3 വാഹനങ്ങൾ, ഒരു വാഹനം അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടു, എന്നിട്ട് 2 വാഹനം പുറകെ വിട്ട എന്തുദ്ദേശത്തില്ല? അപ്പോൾ അവര് ഇവരെ കൊണ്ടുവന്ന് ഇവന്മാരുടെ മുമ്പിലോട്ട് ഇട്ടു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇതിനകത്ത് ഇതിന്റെ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നുകിൽ പിണറായി വിജയനെ മോളെ അകത്ത് പൊക്കോട്ടെ എന്ന് കരുതി പാർട്ടിക്കാർ അഴിച്ചുവിട്ട ഒരു ആക്രമണം, അല്ലെങ്കിൽ ഇപ്പം പോലീസ് നിഷ്കൃതമായിക്കൊണ്ട് ഇവന്മാര് മേടിച്ചു കൂട്ടിക്കോട്ടെ എന്ന് സർക്കാർ കരുതിയതാകാം. ഇനി അതുമല്ലെങ്കിൽ ഈ സർക്കാരിന് ഒരു പണി കിട്ടിക്കോട്ടെ എന്ന് കരുതി ഇപ്പോഴത്തെ പോലീസുകാരെല്ലാം നമ്മുടെ പോലീസ് അസോസിയേഷന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ ഏതായാലും ഈ കേസിൽ അകത്തായവന്മാരുടെ നേരെ പുറലോകം കാണാൻ അവിടെയാണ് വരാൻ പോകുന്ന ഏറ്റവും വലിയ എല്ലാം പാവപ്പെട്ട വീടുള്ളവന്മാരൊക്കെ ആയിരിക്കും. ഇനി ഉടനെ പുറം ലോകം കാണുന്നില്ല. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തു, ഇവന്മാർ കുടുംബം എഴുതി വിറ്റാൽ ഇവന്മാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ വലിയ വൈറലായിട്ട് പോകുന്നുണ്ട്. അത് കൃത്യം കാര്യമാണ്. ഇതിനകത്ത് കേന്ദ്രസേന വന്ന് തൂക്കിക്കൊണ്ട് പോയാൽ ഇതേ രീതിയിലാണ് ബംഗാളില് സംഭവിച്ചു. അവിടെ ഇതുപോലത്തെ പണി കാണിക്കാൻ പോയമാരെല്ലാം ഷാജഹാൻ ചായ അങ്ങനെ അല്ല, അയാളുടെ പേര് ഇതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ ആളാണ്. അയാളുടെ വീട്ടിലെ ED റെയ്ഡിന് വന്ന IDക്കാരെ എല്ലാം ഇടിച്ച് അവരുടെ വാഹനം എല്ലാം അടിച്ചെടുത്ത് 2 വർഷമായിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. തൂക്കിക്കൊണ്ടുപോയി NDA. ഇവന്മാരെ നമ്മുടെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ ഇപ്പൊ എവിടെയാണ്? അതെ, പണ്ട് വെളുപ്പാങ്കാലം പിടിച്ചോണ്ട് അവരെ ത്രിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അവന്മാർ ഈ അടിയെല്ലാം കഴിഞ്ഞപ്പോഴായിരിക്കും അവന്മാർക്ക് ബോധം. ബീഹാർ ജയില് മാത്രമല്ല, വേറെ ചില സ്ഥലങ്ങളിൽ ഈ വലിയ പ്രശ്നക്കാരിടാനുള്ള വേറെ ജയിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് അതിനെതിരെ ഇവർ പ്രക്ഷോഭം നടത്തിയവരാണ്. അപ്പൊ അവിടെ കൊണ്ടിട്ട് ഈ പുറംലോകം പോലെ അവർ ഇത് നടക്കണമെന്നവരറിയില്ല, അവിടെ കിടന്നുള്ളൂ. എന്താണെങ്കിലും ഇത് പിണറായി വിജയന് പണി കൊടുക്കാൻ CPM-ൽ നിന്ന് തന്നെ ഉണ്ടായ മൂവാണെങ്കിലും, CPM-ന് പണി കൊടുക്കാൻ സർക്കാരിൽ നിന്നുണ്ടായ മൂവാണെങ്കിലും, സർക്കാരിന് പണി കൊടുക്കാൻ പോലീസിൽ നിന്നുണ്ടായ മൂവാണെങ്കിലും, എന്താണെങ്കിലും ശരി,
സർക്കാരിനും CPM-നും വലിയ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത്. സർക്കാർ സംവിധാനത്തിന് മുകളിൽ, അതായത് കേരള പോലീസിന് മുകളിൽ നാളെ NIA പോലെയുള്ള ദേശീയ ഏജൻസികൾ പറന്നിറങ്ങും. ഉറപ്പായിട്ടും വരും. CPM-ന്റെ പാർട്ടി ഓഫീസുകളിൽ റെയ്ഡ് നടക്കും. അതാണ് സംഭവിക്കാൻ ഈ വന്നവരെ കൂട്ടത്തിൽ, ലഹള ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഉറപ്പായിട്ടും തീവ്രവാദ ബന്ധമുള്ളവരുണ്ടോ എന്ന് വ്യാപകമായ സംശയമുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് വീണ വിജയനെയും പിണറായി വിജയനെയും അവർ വെറുതെ വിടില്ല. നിങ്ങൾ ആരെയാണോ രക്ഷിക്കാൻ ഉദ്ദേശിച്ചത് അവര് ഇനി BJP-ക്കാർക്ക് യവന്മാരെ കൊണ്ട് യാതൊരു ആവശ്യമില്ല. കാരണം ഇവർ വട്ടപ്പൂജയാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, വെറുതെ പണി മാടിച്ച് കെട്ടുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് പിണറായി വിജയനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ താൽക്കാലമായിട്ട് അയാൾ കൈ ഉരുട്ടി എല്ലാവരോടും പോയി, അയാളും അക്രമത്തിനാണ് ആഹ്വാനം ചെയ്തത്, അയാൾക്കെതിരെ കേസെടുക്കേണ്ടതാണ്. നമുക്ക് ഒന്നിച്ചങ്ങ് ഇറങ്ങാവുന്ന പറഞ്ഞു. ആർക്ക് വേണ്ടി? ആർക്ക്? ഈ നാടിന് വേണ്ടിയോ? CPM-ന് വേണ്ടിയോ? എൻ്റെ മോളെ രക്ഷിക്കാൻ എല്ലാവർക്കും ഒരുമിച്ച് ഇറങ്ങാൻ. ഇയാളെ മോളിന് ജയിലായ പോലും അവർ പിന്നെ നേരത്തെ ഇറങ്ങും. പക്ഷേ ഈ ഇപ്പം പിടിച്ചോണ്ട് പോകണ ഈ അക്രമികളുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുകയും ചെയ്യും. സ്വന്തം അവരുടെ വീട്ടുകാർക്ക് ആളില്ലാതാവും, അത്രയേ ഉള്ളൂ. വെറുതെ ചുമ്മാതിരുന്നിടത്ത് ചുണ്ണാൻ വിട്ടു എന്ന് കേട്ടിട്ടില്ല, അതാണ് സംഭവിച്ചത്.